ചായ അന്തസ്. കേട്ടടാ എടാ ഒരു കാര്യം ചോദിക്കടപ്പോ അടാ എടാ നിനക്ക് മരണത്തെ പറ്റിയുള്ള സങ്കല്പം എന്താ? നിനക്ക് വേറെ ഒന്നും സംസാരം കിട്ടില്ലേ? ചുമ്മാ പറയാനേ. എടാ മരണം എന്ന് പറയുമ്പോൾ ജനനം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു സാധനം അല്ലേ? ഓ കിടന്ന് ഫിലോസഫി അടിക്കാതെ എടാ ഉള്ളിന്ന് തട്ടെ. എടാ മരണം എന്ന് പറയുമ്പോൾ കേൾക്കാൻ വല്ല സുഖമുള്ള വാർത്തയൊന്നുമല്ലല്ലോ, സങ്കടം തോന്നും. മനുഷ്യനല്ലേ? നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ വാർത്ത കേൾക്കുമ്പോൾ സങ്കടം എന്ന രീതിയിൽ ചിന്തിക്കുമ്പോൾ ഇതെല്ലാം നേരിടണം അല്ലേ? എന്നിട്ട് മുന്നോട്ട് പോകണം. ഇതിൽ ഒറ്റ കാര്യമുള്ളൂ, റിഗ്രറ്റ്സ് ഇല്ല, മരിക്കാൻ പറ്റും. അതാ എനിക്ക് ഇത്ര റിഗ്രറ്റ്സ് ഉണ്ടോ? വലിയ ഇഷ്ടം. അയ്യാ നിനക്ക് എങ്ങനെയാണോ? എനിക്ക് ഒരു മൃത്യുഞ്ജയ ആവണമെന്നുണ്ട്. മൃത്യുഞ്ജയ അത് സാധനം ഇമ്മോർട്ടൽ, മരണമില്ലാത്ത മരണമില്ലാതിരിക്കുക. എന്തിന്? ഒരു കൗതുകം. ഇപ്പൊ എല്ലാം AI ഒരു പ്രസരിപ്പാണല്ലോ. AI ക്യാമറ, AI പ്രൊഡക്ടിവിറ്റി, AI ഡിസൈനിങ്, AI കോഡിങ്, AI പ്രോഗ്രാമിങ്, AI ടെക്സ്റ്റിംഗ്, AI മൊബൈൽ, AI റോബോട്ട്സ്, AI ഗേൾഫ്രണ്ട്. നമ്മൾ മനുഷ്യൻ എന്ന രീതിയിൽ നമ്മൾ എത്ര ഇവോൾവ് ആയി കാണും. 500-1000 വർഷം മുന്നോട്ട് നോക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കും വളർന്നിരിക്കുക? എന്തൊക്കെയായിരിക്കും പുതുമകൾ, എന്തൊക്കെയായിരിക്കും മാറിയിരിക്കുക? നമ്മുടെ കോൺസെപ്റ്റ്സ് എന്തൊക്കെയായിരിക്കും മാറിയിരിക്കുക? അത് എങ്ങനെയാണ് ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുന്നത്? നീ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ, നീ പ്രണയിക്കുന്ന ആൾക്കാർ നിന്റെ കൺമുമ്പിൽ ഇത് തന്നെ മരിക്കുമ്പോൾ നിനക്ക് മൃത്യുഞ്ജയമാണ്, അതും കൗതുകത്തിന് പേര്. നീയല്ലേ നേരത്തെ പറഞ്ഞേ ജനം പോലെ ഇപ്പോഴാണ് മരണം, ഞാൻ ത്യജിക്കും. എടാ എല്ലാ മനുഷ്യനും ഈ ഒരു ഓപ്ഷൻ കൊടുത്താൽ നീ എടുക്കോ ഇല്ലയോ? ഓപ്ഷൻ ആണെങ്കിൽ എടുക്കോ ഇല്ലയോ? എടുത്തിരിക്കും. അങ്ങനെയാണ് പറഞ്ഞാലും കൗതുകം. പിന്നെ സ്കൈനെറ്റ് വരുമെന്ന് അറിയത്തില്ലല്ലോ. സ്കൈനെറ്റ് അതൊന്നും സാധനം. ടെർമിനേറ്റർ 2 ജഡ്ജ്മെന്റ് ഡേയിൽ AI റെവല്യൂഷൻ. എടാ ടെർമിനേറ്റർ 2 എത്ര വർഷം കണ്ട്? പിന്നെ ചോദിക്കുകയാണെങ്കിൽ